ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേൽക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. നിത്യതേജസിംഹനമോടിനുമോ നോടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയന മണവാളനിൽ പ്രാപിക്കും സഖിയ മണിയറയിൽ. പ്രാണന്റെ പ്രിയന മണവാളനിൽ പ്രാപിക്കും സഖിയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. നിത്യതേജസിംഹനമോടിനുമോ നോടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. മണവാളന്മാരും മനമേഘത്തിൽ മയങ്ങാനിനിയോ സമയമില്ല. മണവാളന്മാരും മനമേഘത്തിൽ മയങ്ങാനിനിയോ മധ്യാകാശത്തിങ്കൽ മകളിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മധ്യാകാശത്തിങ്കൽ മകളിനത്തിൽ മണവാട്ടിയായി നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. നിത്യതേജസിംഹനമോടിനുമോ നോടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ കണ്ണുനീ. കണ്ണുകളടയ്ക്കാം. പിതാവേ, സ്വർഗീയ രാജാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. അങ്ങനെ സകലെ കടന്നിരിക്കുന്ന പ്രിയമാക്കളെ താഴ്ത്തിത്തരുന്നു. ഒരു ശാന്തങ്ങളുടെ മനസ്സനെ സ്വർഗിപ്പിക്കാവേ. ഈ മക്കളുടെ മനസ്സറിഞ്ഞ് ഈ മക്കളുടെ കണ്ണീർ തുടച്ച് കർത്താവിനെ ഒരു കരമടപ്പിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വർദ്ധയിക്കാൻ ലോകനായിട്ട് സ്തോത്രം. രോഗത്തോടെ കിടന്ന മക്കൾക്ക് ഇവ പരിപൂർണ്ണ സൗഖ്യം നൽകി താങ്ങി എഴുന്നേൽപ്പിക്കാൻ ലോകനായിട്ട് സ്തോത്രം. കടബാധ്യതയോടെ കിടന്ന മക്കളുടെ കടം അഴിച്ചു കൊടുക്കാൻ ലോകനായിട്ട് സ്തോത്രം. പിന്മാറ്റാവസ്ഥയിലായിരിക്കുന്ന മക്കളുടെ ഈ മാറ്റത്തെ മാറ്റി മുന്നേറി ആത്മീയമായിട്ട് മുന്നേറ്റം കൽപ്പിക്കാൻ ലോകനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പ്രിയമക്കൾക്ക് ഇത് മാനസാന്തരം നൽകിയേക്കാൻ ലോകനായിട്ട് സ്തോത്രം. ഇന്നത്തെ ദിവസം വെടിതന്റെ ദിവസമായിട്ട് മാറ്റിയിരിക്കാൻ സ്തോത്രം. അനുഗ്രഹത്തിന്റെ ദിവസമായിട്ട് മാറ്റിയിരിക്കാൻ സ്തോത്രം. പ്രത്യാശയുടെ ദിവസമായിട്ട് മാറ്റിയിരിക്കാൻ
കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസമ, കടന്നു വന്നിരിക്കുന്ന ദൈവജനം, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഈ 2011 1-ാം തീയതി കർത്താവെ കടന്നു വന്നിരിക്കുന്ന അസംഖ്യമായിട്ടുള്ള അങ്ങയുടെ ജനത്തോട് അങ്ങക്ക് എന്ത് പറയാനുണ്ട്? ദിവസങ്ങളോളം ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിരുന്നു. കർത്താവ് എനിക്ക് തന്ന വചനം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം വചനം, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഈ പുതുവർഷം നിങ്ങൾ ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്തു വരും. അതെ, സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം നല്ലവൻ. എല്ലാവരും കരമുയർത്തി പറഞ്ഞാട്ട്, ദൈവം നല്ലവൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. പ്രിയ ദൈവജനമേ, കരമുയർത്തി പറഞ്ഞാട്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. കരം താഴ്ത്തിയിടാം. കാരണം ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. സങ്കീർത്തനക്കാരനായ ദാവീദിനെ കുറിച്ച് കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ എന്റെ ഹൃദയത്തിന് ബോധിച്ചവൻ. കാരണം ദാവീദ് നല്ലവനായ ദൈവത്തെ രുചിച്ചറിഞ്ഞിരുന്നു, ദൈവത്തോട് അടുത്ത് നടന്നിരുന്നു, ദൈവത്തോട് അടുത്തവൻ ജീവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അതെ, എബ്രായ ലേഖന കർത്താവ് 4:16 കൃപാസാഗരമാം കർത്താവിനോട് അടുത്തു ചെല്ലുക, കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എങ്ങനെ ദൈവത്തോട് അടുക്കാൻ കഴിയും? ദൈവത്തിന് തിരുവചനം പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല. അതെ, കർത്താവായ ക്രിസ്തു യേശുവിലൂടെ മാത്രമേ ദൈവത്തോട് അടുക്കാൻ കഴിയുള്ളൂ. 1 പത്രോസ് 3:18 പ്രകാരം ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. അതെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം നൽകി. അതെ, എങ്ങനെ ദൈവത്തോട് അടുക്കാം? എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. അത് നാം വിളിച്ചപേക്ഷിച്ചാൽ, യേശു കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ, അവൻ ഊമ വിഗ്രഹമല്ല, അവൻ ഏതെങ്കിലും പുണ്യസ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്നവനല്ല. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠമാക്കിയിരിക്കുന്ന മഹാപരിശുദ്ധ ദൈവം. അത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച ദൈവം നിങ്ങൾക്ക് ഉത്തരമരുളും. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാം വചനം നാം വായിച്ചാൽ, ദാനിയേലിനെ കുറിച്ച് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ ഏറ്റവും പ്രിയനാകിയ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. അതെ, ദാനിയേലെ എന്തുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രിയനായി? ആ കാലഘട്ടത്ത് വേറെ ആരെ കുറിച്ചും ദൈവം ഇത് പറയാത്തതുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വചനത്തില് അവൻ തീരുമാനമെടുത്തിരുന്നു. എന്താ? തന്നെത്താൻ അശുദ്ധമാക്കിയില്ല. രാജാവിന്റെ ഭോജനം കൊണ്ടും രാജകൊട്ടാരത്തു നിന്ന് കിട്ടുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല. അതെ, പുതുവർഷം നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. ദാനിയേൽ ദൈവസന്നിധി തീരുമാനമെടുത്തു. അവൻ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായി. ഹല്ലേലൂയ. അതെ, ജോഷുവ തന്നെ അനുഗമിച്ച ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതെ, നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തീരുമാനമെടുത്ത് വിശുദ്ധ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ ദൈവം അവന് ഏറ്റവും പ്രിയനായിട്ട് അംഗീകരിച്ചു. വീണ്ടും നാം ശ്രദ്ധിച്ചാൽ, ആരാണ് ഈ ദൈവം? വേദപുസ്തകം ഈ ദൈവത്തെ കുറിച്ച് എന്തു പറയുന്നു? റോമർ 4:17 പ്രകാരം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം. മാത്രമല്ല, സങ്കീർത്തനങ്ങൾ 91:1, പുറപ്പാട് 6:1 അവൻ സർവശക്തൻ. 1 രാജാക്കന്മാർ യെശയ്യാപ്രവചന പുസ്തകം 66-ാം അധ്യായം അതിന്റെ 1-ാം വചനത്തില് സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവും ആക്കിയിരിക്കുന്ന വലിയവനാ ദൈവം. മാത്രമല്ല, ദൈവം സർവജ്ഞാനിയാവുന്നു. 1 യോഹന്നാൻ 2:2 പ്രകാരം അവൻ സർവലോകത്തിന്റെ പാപ പരിഹാരകനാണ്. സങ്കീർത്തനങ്ങൾ 90:2 പ്രകാരം
അവൻ അനാദിയായും ശാശ്വതമായും ദൈവം. 2 ദിനവൃത്താന്തം 20:6 പ്രകാരം ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും ഉള്ളവൻ. യെശയ്യാ 22:22 പ്രകാരം അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഇയ്യോബ് 37:16 പ്രകാരം അവൻ ജ്ഞാനസമ്പൂർണ്ണൻ. ഇന്ന് അവൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കണ്ണീരോടെ എത്തിയിരിക്കുന്നു, രോഗത്തോടെ എത്തിയിരിക്കുന്നു, ഭാരത്തോടെ എത്തിയിരിക്കുന്നു, നിരാശയോടെ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നത്തിന് അവൻ പരിഹാരകനാണ്. ഇന്ന് നിങ്ങളുടെ കണ്ണീർ തുടച്ചയക്കും, ഇന്ന് രോഗസൗഖ്യം നൽകും, ഇന്ന് സന്തോഷം നൽകി അവൻ നിങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതെന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു. അവൻ എങ്ങനെയാണ് ദൈവത്തോട് അടുത്തത്? സങ്കീർത്തനങ്ങൾ 63:1 പ്രകാരം, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്ത് മദ്യഷാപ്പ് നോക്കി പോവുകയല്ല, പുണ്യാളന്മാരെ നോക്കി പോവുകയല്ല, ജപമാല ചുംബിക്കുകയല്ല, വിഗ്രഹങ്ങളെ തേടി ഓടുകയല്ല, പരസ്ത്രീകളെ പരപുരുഷന്മാരെ അന്വേഷിക്കുകയല്ല. സങ്കീർത്തനക്കാരനോട് രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അതായത് ദൈവത്തിനായിട്ടായിരുന്നു അവന്റെ ഹൃദയം വാഞ്ചിച്ചത്. നമ്മുടെ വാഞ്ച പൂർണ്ണമായിട്ട് കർത്താവിലോട്ട് ആയിക്കൊള്ളട്ടെ. ഓരോ ദിവസവും ഈ വർഷം തീരുമാനമെടുക്കുക, ഓരോ ദിവസവും ആരംഭിക്കുന്നത് ദൈവ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. അപ്രകാരം തീരുമാനമെടുക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 9-ാം വചനത്തില് അബ്രഹാം ദൈവ ശബ്ദം കേട്ടു. അവനോട് ദൈവം കൽപ്പിക്കുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അവൻ ദൈവ ശബ്ദം കേട്ടു, തല ഉയർത്തി വാഗ്ദത്ത ദേശം കണ്ടു. എന്നാൽ സഹോദരിപുത്രനായ ലോത്ത് ദൈവ ശബ്ദം കേട്ടില്ല. അവൻ സോദോം ഗൊമോറ നീരോട്ട പട്ടണം കണ്ടു, നാശപട്ടണത്തിലോട്ട് പോയി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ കാലഘട്ടത്തില് ദൈവ ശബ്ദം കേൾക്കുക, ദൈവ വഴികളിൽ നടക്കുക വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, വളരെ ഗൗരവം അർഹിക്കുന്ന കാര്യമാണ്. അത് സദൃശവാക്യം 18:10 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ശരീരമാകുന്ന അഴിഞ്ഞു പോകുന്ന ഈ മൺകൂടാരത്തിൽ പാർക്കുന്ന നാം ബലത്ത ഗോപുരമാം യേശു കർത്താവില് പൂർണ്ണാശ്രയം വയ്ക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ബലത്തിൽ ആശ്രയിക്കേണ്ട. ഒരു പനി പിടിച്ചാൽ മതി, ബലമെല്ലാം പോകും. അതുകൊണ്ട് ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. കാരണം സമയം ആർക്ക് വേണ്ടിയും കാത്തിരിക്കില്ല. ടൈം ആൻഡ് ടൈംസ് വെയിറ്റ്സ് ഫോർ നോ മാൻ. Make hay while sun shines. അതെ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നത് ശരിയല്ല, ഇന്ന് തന്നെ ചെയ്യുക. Yesterday is gone. ഇന്നലെ കഴിഞ്ഞുപോയി. Tomorrow is not yours. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, but today is yours. ഇന്ന് ദിവസം നിങ്ങൾക്കുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നാം എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു. എന്താണ് ക്രിസ്മസിന്റെ അർത്ഥം? ദൈവരൂപത്തിലിരുന്നവൻ ദാസരൂപമെടുത്തു. ഫിലിപ്പിയർ 2:7 പ്രകാരം സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ പശുത്തൊട്ടിയിൽ താണിറങ്ങി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്തിനു വേണ്ടി? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സൗഖ്യം തരാൻ വേണ്ടി, നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ പണിയാൻ വേണ്ടിയിട്ടാണ് ദൈവരൂപത്തിലിരുന്നവൻ ദാസരൂപത്തിലെടുത്തത്, ദാസരൂപം എടുത്തു വന്നത്. സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ പശുത്തൊട്ടിയിൽ താണിറങ്ങി വന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തോട് ചേർന്ന് നടക്കുക. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം നാം ശ്രദ്ധയോടെ വായിച്ചാല് ദൈവത്തിന്റെ അഭിഷക്തനായ ശിംശോനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ശിംശോൻ ദൈവത്തോട് ചേർന്ന് നടന്ന കാലത്തൊക്കെയും വലിയ വലിയ അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ആർക്കും അവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. എന്നാൽ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടുപോയി ലോകമോഹത്തിന് അധീനനായി ആ സമയത്ത് അവൻ ശക്തിഹീനനായി ഒന്നുമല്ലാത്തവനായി
ഒരു വേശ്യാസ്ത്രീയുടെ അടുക്കൽ അവൻ പോയി. ദൈവത്തിന്റെ സാന്നിധ്യവന് നഷ്ടമായി, ദൈവത്തിന്റെ കൃപയവന് നഷ്ടമായി, ദൈവത്തിന്റെ അനുഗ്രഹവന് നഷ്ടമായി, എന്നാ ദൈവത്തിന്റെ ശക്തി ഇവന് നഷ്ടമായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവ സാന്നിധ്യം ഉപേക്ഷിച്ച് ലോകമയത്തിലേക്ക് കടന്നിരിക്കുകയാണോ? ഇന്ന് മടങ്ങി വരേണ്ട സമയമാണ്. ദൈവം നിങ്ങളോടത് സംസാരിക്കുന്ന സമയമാണ്. ലോകം തരുന്ന സന്തോഷം, ക്ഷണിക സന്തോഷം, നൈമിഷിക സന്തോഷം, അത് നിത്യവേദന തരും. അതായത് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് ദൈവം നമ്മളെ ജീവനോട് ആക്കി വെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പുതുവർഷം അതിനായിട്ടും തീരുമാനമെടുക്കാം. ഈ പുതുവർഷം ദൈവശബ്ദം കേൾക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവ സാന്നിധ്യം വിട്ടുപിരിയാതിരിക്കുക. എന്നാൽ ജോഷിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വചനപ്രകാരം ജോഷിയുടെ കർത്താവ് പറയാണ്, എന്നാൽ ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങൾ തീരുമാനമെടുത്ത ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മറ്റുള്ളവർ കാണുക അവൻ നിങ്ങളെ ഈ വർഷം വലിയവരാക്കും. ഹല്ലേലൂയ. ഇവിടെ എന്തുകൊണ്ട് ജോഷുവയുടെ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു? ജോഷുവ കൂടാരം വിട്ടു പിരിയാതിരുന്നു. മോശെ എന്ന ദൈവദാസൻ ദൈവ സാന്നിധ്യം വിട്ട് പിരിയാതിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ജോഷിയെ ഉയർത്തി അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കുക, ദൈവ ശബ്ദം കേൾക്കുക, ദൈവവചനം അനുസരിക്കുക, ദൈവ സാന്നിധ്യം വിട്ട് പിരിയാതിരിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. എന്നാൽ അവൻ നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിച്ച് ഉയർത്തി അനുഗ്രഹിക്കും. ഇന്ന് ദൈവസനയില് ദാനിയേല് തീരുമാനമെടുത്തതുപോലെ ഹൃദയങ്ങളെ തീരുമാനമെടുക്കുന്ന ദിവസമാകട്ടെ. അത് നാളേക്കായിട്ട് മാറ്റിവെക്കരുത്. ദാനിയേൽ തീരുമാനമെടുത്തു, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. അതെ, ഞാൻ മദ്യം കഴിച്ച് എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. വ്യഭിചാരം, ചീത്ത സംസാരം, കള്ളം പറച്ചിൽ, വിഗ്രഹാരാധന, കൈക്കൂലി, അതിന് മാറ്റിയിടൽ, ഇങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം ചെയ്ത് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കില്ല. അപ്രകാരം തീരുമാനമെടുക്കുന്ന ജനത്തെ കർത്താവ് ഇന്ന് അനുഗ്രഹിച്ച് പറഞ്ഞേക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കാരണം വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനാകിയ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവം ഇതത്രേ ഈ പുതുവർഷം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒരിടത്ത് ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. നമ്പൂതിരി ഒരു നദിയുടെ കരയിലൂടെ യാത്ര പുറപ്പെട്ടു. നദിയുടെ അങ്ങേക്കരയില് പട്ടി കുരയ്ക്കുന്നത് കണ്ട് ഇങ്ങേക്കരയിൽ കൂടെ നടക്കുന്ന നമ്പൂതിരിക്ക് ഒരു സംശയം. പട്ടിയുടെ തുടൽ പൊട്ടുകയും നദിയിലെ വെള്ളം വറ്റുകയും ചെയ്താൽ പട്ടി ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ഓലക്കുട പൊളിച്ച് അതിന്റെ കമ്പ് കയ്യിലെടുത്ത് നമ്പൂതിരി പട്ടിയെ നേരിടാൻ തയ്യാറായി. ഇത് കഥയാണെങ്കിൽ ഇതേ അനുഭവത്തിലാണ് നമ്മിൽ പലരും. ദൈവത്തിൽ ആശയം വെച്ച് കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഭാവിയെ പറ്റിയുള്ള അനാവശ്യ ആശങ്ക വേണ്ട. അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലെ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്കായിട്ട് കരുതുന്ന സ്വർഗീയ പിതാവാണവൻ. ഭാരമില്ലാത്തെല്ലാം ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളൂ. ഭാരമില്ലാത്തെല്ലാം ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിരുന്നു നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. നാൾതോറും മൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. ഭാരമില്ലാത്തെല്ലാം ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ലാത്തെല്ലാം ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തി
നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭാരമില്ല, തെല്ലും പേടിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ല, തെല്ലും പേടിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. യിരെമ്യാ പ്രവചന പുസ്തകം 31 അധ്യായം അതിന്റെ 17 വചനം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന് ദൈവം വാഗ്ദത്ത വചനമായിട്ട് തരുന്നു. നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഇന്ന് ദൈവവചനം സെവിക്കാൻ കടന്നു വന്ന ഓരോ ദൈവമക്കളുടെയും ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. കാരണം നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ എന്റെ ദൈവം അറിഞ്ഞു. യിരെമ്യാ പ്രവചന പുസ്തകം 1 അധ്യായം അതിന്റെ 5 വചനത്തില് ഇതാ പ്രവാചകനോട് ദൈവം അരുളിച്ചെയ്യുകയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രവാചകന് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ അറിഞ്ഞ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ കർത്താവ് അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കർത്താവ് അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന കണ്ണിന്റെ പാത കർത്താവ് അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ രോഗത്തിന്റെ കാഠിന്യ അവസ്ഥ കർത്താവ് അറിയുന്നു. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ കർത്താവ് അറിയുന്നു. വീട്ടിലെ പ്രിയപ്പെട്ടവന്റെ മാനസാന്തരമില്ലാത്ത അവസ്ഥ കർത്താവ് അറിയുന്നു. മക്കളുടെ തോന്നിവാസ പോക്ക് കർത്താവ് അറിയുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് നിങ്ങളെ മറുപടി തന്ന് അനുഗ്രഹിച്ച് പറഞ്ഞേക്കാൻ പോകുന്നു. തലമുറ ഇല്ലാതെ വന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇനി തലമുറ ലഭിക്കുകയില്ല. ഇന്ന് ഈ ദിവസം കർത്താവ് നിങ്ങൾക്ക് തലമുറ നൽകി അനുഗ്രഹിക്കാൻ പോകുന്ന ദിവസമാണ്. കടഭാരം ഭാരത്തോടെ എത്തിയിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കം മാറിപ്പോവും, കടം മാറിപ്പോവും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നു. ജോലിക്ക് വേണ്ടി പല വാതിൽ തട്ടി ഭാരത്തോടെ എത്തിയിരിക്കുന്നു. ദൈവം പുതിയ വഴികൾ ഇതാ തുറന്നു നൽകി ജോലി നൽകുന്നു. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവർക്ക് മാനസാന്തരം നൽകാൻ പോകുന്നു. കോടതി കേസ് എന്താകുമോ എന്ന് ഭാരത്തോടെ എത്തിയിരിക്കുന്നു. ദൈവം കോടതി കേസിൽ അനുകൂല വിധി നൽകാൻ പോകുന്നു. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. ഞാൻ തെരുവിലായി പോകുന്നു ഭാരപ്പെടുന്ന സഹോദര സഹോദരി, ജപ്തി മാറിപ്പോകും. നിങ്ങളുടെ ജപ്തിയുടെ സ്ഥാനത്ത് കർത്താവ് നിങ്ങളുടെ കടമഴിച്ചെന്ന് അത് സ്വന്തമാക്കാൻ ദൈവം കൃപ നൽകും. അത് ദൈവസന്നി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 12 വചനം നാം വായിച്ചാല് ഇവിടെ യാക്കോബ് ജ്യേഷ്ഠന് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ അവസ്ഥയില് വളരെ ഭാരത്തോടെ, വളരെ ഭയത്തോടെ, അവൻ വളരെ ഭാരത്തോടായിരുന്നു. ജ്യേഷ്ഠന് ഇതാ മരണഭീഷണി വരികയാണ്. എന്ത് സംഭവിക്കും? അപ്പന്റെ അനുഗ്രഹം ഇതാ ഇവൻ കബളിപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ചു. അത് നിമിത്തം ഭവനത്ത് നിന്ന് ഇവന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിനങ്ങ് അയച്ചിട്ട് ഇവനിനി വീട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല. വീട്ടിലിനി ഒരു സെക്കൻഡ് നിന്നാൽ മരണമാണ് മുന്നില്. സഹോദരൻ കൊന്നുകളയും. അമ്മ ബുദ്ധി പറഞ്ഞു, മകനെ യാക്കോബ്, ഇനി ഇവിടെ നിന്ന് ആ പന്തികേടാവും, എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കും. വേഗം അമ്മാവനായ ലാബാന്റെ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക. അങ്ങനെ യാക്കോബ്
ഭവനം വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അവൻ വനാന്തരത്തിലെത്തി. വനാന്തരത്തില് ഇതാ അവൻ ഭാരത്തോടെ കിടന്ന സമയത്ത് യാക്കോബിന്റെ മുമ്പില് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12-ാം വചനത്തില് ഇവന് യാതൊരു പ്രതീക്ഷയോ പ്രത്യാശയോ ഇല്ല. വനത്തില്, ഘോര വനത്തില് ഇവൻ കിടക്കുകയാണ്. ഇവനൊരു ദർശനം കാണുകയാണ്, ഇവനൊരു സ്വപ്നം കാണുകയാണ്. ഇതാ ഒരു ഭൂമിയിൽ നിന്ന് വച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യണം. ഇവൻ ഭാരത്തോടെ വേദനയോടെ വനാന്തരത്തിലായിരുന്നു. ഇവന്റെ അപ്പൻ അവിടെ ഇല്ല, അമ്മ അവിടെ ഇല്ല, വീട്ടിലല്ല കിടപ്പ്, വനാന്തരത്തില് ഘോര മൃഗങ്ങളുള്ള സ്ഥലത്ത്, വിഷ സർപ്പങ്ങളുള്ള സ്ഥലത്ത് എന്തും സംഭവിക്കാം. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുടെ മതിയാണ്. എങ്കിലോ അവിടെ അപ്പന്റെ സാന്നിധ്യമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം. അനാഥന ഏകനെന്ന് വിലപിച്ച യാക്കോബ് അനുഭവിച്ചറിയാണ്. ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലായിരുന്ന യാക്കോബ് ഇതാ ദൈവശബ്ദം കേൾക്കുകയാണ്. യാക്കോബേ, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഞാനിതാ ഭൂമിയിലെ സകല വംശങ്ങളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യാക്കോബിന് ജീവിതത്തില് യാതൊരു പ്രത്യാശയുമില്ല. മടങ്ങി തന്റെ ഭവനത്തിൽ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നാ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനോട് അരുളി ചെയ്യുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് മടക്കി കൊണ്ടുവരും. മാത്രമല്ല നീ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പനില്ല, വനത്തിൽ ഏകനായി കിടന്നവന് സ്വർഗീയ പിതാവിന്റെ സംരക്ഷണ ദൈവം അയച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല വീണ്ടും നാം ശ്രദ്ധിച്ച ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണയിൽ ദൈവം തന്റെ പൈതലിനെ കാത്തു. ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല എന്ന് ഭാരപ്പെടുന്ന സഹോദര സഹോദരി, സ്വർഗീയ പിതാവിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം നിങ്ങൾക്കുണ്ട്. മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന് 22-ാം വചനത്തില് ഈ യാക്കോബിന് ദൈവം അനുഗ്രഹിച്ച് മടക്കി കൊണ്ടുവന്നു. അവൻ അർദ്ധരാത്രിയില് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു, ഉഷസാകുവോളം പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 21-ാം വചനത്തില് ദൈവം അവിടെ എഴുന്നള്ളി വന്ന് തന്റെ പൈതലിനെ അനുഗ്രഹിച്ചു. യാക്കോബിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ, അങ്ങ് എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവൻ പ്രാർത്ഥനാ വിഷയം ദൈവസേനയിൽ അർപ്പിച്ചത്, ദൈവമേ ഈ യാത്രയിൽ അങ്ങ് എന്നോട് കൂടെ ഇരിക്കണം. നമുക്കും ദൈവത്തോട് പറയാനുള്ളത്, ലോകമാകുന്ന ഈ മരുഭൂമി യാത്രയിൽ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. ജോബ് പറയുന്നു, നഗ്നനായി ഞാൻ ഈ ഭൂമി വന്നു, നഗ്നനായി തന്നെ പോകും. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അത് നിനക്ക് മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാത്രമല്ല യാക്കോബിന്റെ ജീവിതം നാം ശ്രദ്ധിച്ചാല് അവിടെ ഒരു വലിയ സംഭവം നമുക്ക് കാണാം. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം, അനുഗ്രഹം അവൻ പ്രാപിച്ചെടുക്കുകയാണ്. അതായത് അർദ്ധരാത്രിയിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉഷസാകുവോളം പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരു സെക്കൻഡ് പ്രാർത്ഥനയല്ല, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചവൻ ഉഷസാകുവോളം പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ യാക്കോബ് തന്റെ സ്നേഹിതനാക്കി മാറ്റി. അതേ മാത്രമല്ല അവൻ സ്വർഗീയ ശക്തിയാൽ നിറയപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഭാവിയെ കുറിച്ച് യാതൊരു പ്രത്യാശയും പ്രതീക്ഷയുമില്ല എന്ന യാക്കോബ് ഇതാ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് യാചിച്ചു, പ്രാർത്ഥിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. മാത്രമല്ല അവന്റെ പേര് മാറ്റിയിടപ്പെട്ടു. ഇസ്രായേൽ, അതായത് ദൈവത്തിന്റെ പ്രഭു എന്ന പേര് അവന് സിദ്ധിച്ചു. അപ്പന്റെ മുമ്പില് പേര് മാറ്റി പറഞ്ഞ യാക്കോബ് ദൈവസന്നിധിയില് പേര് ശരിയായി സമ്മതിച്ചു. അനുഗ്രഹം ലഭിപ്പാൻ അത് അനിവാര്യമായിരുന്നു. മാത്രമല്ല യാക്കോബിന് പുതിയ പേരും പുതിയ ശക്തിയും പുതിയ സ്വഭാവവും പുതിയ ഭാവിയും നൽകിയെങ്കിൽ അതുപോലെ ദൈവം നിങ്ങൾക്ക് പുതിയ ഭാവി നൽകാൻ പോകുന്നു. ഭാവിയില്ലാന്ന് ഭാരപ്പെടുന്ന സഹോദര സഹോദരി, ദൈവം അനുഗ്രഹിക്കപ്പെട്ട ശുഭഭാവി നിങ്ങൾക്കിതാ ഒരുക്കാൻ പോകുന്നു. അതെ,
യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അങ്ങ് എന്നോട് കൂടെ ഇരിക്കണം. ഈ പുതുവർഷം ദൈവത്തോട് നമുക്ക് യാചിക്കാം, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. അപ്രകാരം ദൈവ സാന്നിധ്യത്തിനായിട്ട് നാം യാചിച്ചാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക തന്നെ ചെയ്യും. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ഡോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. ഡോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നോ തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നോ തുറക്കുന്നതാ. മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഡോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാം. ഡോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നോ തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നോ തുറക്കുന്നതാ. കരമുയർത്തി കരം തട്ടി പിന്മഴ പൂർണ്ണ ശക്തി വെച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. കർത്താവിന്റെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിങ്ങൾ അനുഗ്രഹിപ്പാൻ, നിങ്ങളുടെ കണ്ണീർ തുടപ്പാൻ, നിങ്ങളുടെ രോഗം എടുത്തു മാറ്റാൻ, നിങ്ങൾക്ക് അത്ഭുതം സൗഖ്യം നൽകാൻ, നിങ്ങളുടെ ക്ഷീണം എടുത്തു മാറ്റാൻ. ഡോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാം. ഡോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാം. നീണ്ടിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീയുറവയെന്ന് തുറക്കുന്നതാ. നീണ്ടിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീയുറവയെന്ന് തുറക്കുന്നതാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാൽ
ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. 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 ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം. ഈ കൽവാരില വര 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 അസി കൽവാരി കൽവാരി കൽവാര അസദലൂരി കൽവാര അസി കൽവാരില വര 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 അസി ജാബിരി കൽവാര അസി കൽവാരി കൽവാര അസലവാരില വര വര അസി കൽവാരി കൽവാര. ആഗ്നിയാൽ സ്വർഗീയ ആഗ്നിയാൽ ഓരോ പ്രിയ മക്കളെ കർത്താവ് നിറയ്ക്കുന്നു. പുതിയ അഭിഷേകത്താൽ, പുതിയ കൃപകളാൽ, പുതുശക്തിയാൽ, പുതുഭാഷകളാൽ ദൈവം നമ്മൾ നിറയ്ക്കുന്നു. ഈ കൽവാര എല്ലാ അത്യന്ത ശക്തിയാൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ, കറണ്ട് നിങ്ങളുടെ മേൽ പാസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൽവാർ, ഈ കൽവാർ അസി കൽവാർ, ഈ കൽവാർ അസദലൂരി കൽവാർ സീ കൽവാർ ഇലവര വര വര അസി കൽവാർ, ഈ കൽവാർ സീലവാര സിലവര വര അസി കൽവാർ ഇലവര വര അസി കൽവാർ, ഈ കൽവാർ അസകൽവാർ, ഈ കൽവാർ അസി കൽവാർ, ഈ കൽവാർ അസകൽവാർ, ഈ കൽവാർ അസി കൽവാർ, ഈ കൽവാർ അസകൽവാർ, ഈ കൽവാർ അസി കല്ലൂരി കൽവാർ അസകല്ലൂരി കൽവാർ അസി കല്ലൂരി കൽവാർ അരേ കൽവാർ, ഈ കൽവാർ അസകൽവാർ, ഈ കൽവാർ അസലവാർ നിരൂപണം അസി കല്ലൂരി കൽവാർ, ഈ കൽവാർ, ഈ കൽവാർ അസി കൽവാർ, ഈ കൽവാർ അസകൽവാർ, ഈ കൽവാർ അരേ കൽവാർ, ഈ കൽവാർ അസി കൽവാർ, ഈ കൽവാർ അസി കൽവാർ, ഈ കൽവാർ അസലവാർ നിലവ. ശ്യാമള, ശ്യാമള മക്കളുടെ തോന്നിയാസം കണ്ടിട്ട് 2 വട്ടം ആത്മഹത്യക്ക് തീരുമാനമെടുത്ത മാതാവ് ഇതാ നിങ്ങളുടെ കണ്ണീര് കർത്താവ് തുടയ്ക്കുന്നു. മക്കൾക്ക് മാനസാന്തരം കൊടുത്ത് ഭവനത്തിനും ദേശത്തിനും പ്രയോജനമുള്ള മാനപാത്രമായിട്ട് മക്കളെ കർത്താവ് മാറ്റാൻ പോകുന്നു. ആത്മഹത്യ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് തുടച്ചു മാറ്റി, നിങ്ങളുടെ കണ്ണീർ തുടച്ചു മാറ്റി ആത്മഹത്യ നിങ്ങളെ വിടുവിക്കുന്നു. സുമിജ, ഭാവിയെ കുറിച്ച് നിലവിളിയോടെ എത്തിയിരിക്കുന്ന സുമിജ, കർത്താവ് നിങ്ങളുടെ കണ്ണീർ തുടച്ച് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം. മനുഷ്യരുടെ മുമ്പില് നിങ്ങൾ നിന്നാ പാത്രമാണ്, എന്നാൽ നിങ്ങൾ കുറിച്ചിട്ട് കൊള്ളുക. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. വത്സൻ, ലക്ഷങ്ങൾ ഞാൻ കടപ്പെട്ടു, ഈ കടം എനിക്ക് വേണ്ടി ആരഴിച്ചു തരുമെന്ന് ഭാരത്തോടെ എത്തിയിരിക്കുന്ന വത്സൻ, 6 മാസത്തിനകം കർത്താവ് നിങ്ങളുടെ കടബാധ്യത വിടുവിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നു. ഹൃദയരോഗം, ഏത് സമയത്ത് എന്റെ ഹൃദയം നിലച്ചു പോകും, ഡോക്ടർമാർ മേജർ ഓപ്പറേഷൻ വേണമെന്ന് നിലവിളിയോടെ എത്തിയിരിക്കുന്ന രാഘവൻ, കർത്താവ് നിങ്ങളുടെ കണ്ണീർ തുടച്ച് രോഗമുള്ള ഹൃദയത്തെ മാറ്റി രോഗമില്ലാത്ത പുതു ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരുന്നു. എന്റെ വലതുഭാഗത്ത് പുതിയ ഹാൾ നിൽക്കുന്ന രാഘവൻ, കർത്താവിന്റെ അത്ഭുതകര സ്പർശനത്താൽ നിങ്ങൾക്ക് പുതു ഹൃദയം തരുന്നു. ഇനി ഹാർട്ട് അറ്റാക്ക് ഇല്ല, ഹാർട്ട് അറ്റാക്ക് ഒന്നുള്ള മരണവും ഇല്ല. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്ത് നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ
സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ഹല്ലേലൂയ പാടാം, അണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം. ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ കർത്താവ് നിങ്ങൾ നിറയ്ക്കുന്നു. സ്വർഗീയ അഗ്നിയാൽ നിറയ്ക്കുന്നു. പുതുഭാഷ നിങ്ങൾക്ക് തരുന്നു. സ്വർഗീയ ദർശനങ്ങൾ നിങ്ങൾക്ക് കർത്താവ് തരുന്നു. യാക്കോബ് സ്വർഗീയ ദർശനം കണ്ടതുപോ കർത്താവ് നിങ്ങളെ സ്വർഗീയ ദർശനത്തിൽ നിറയ്ക്കുന്നു. എന്റെ വലതുവശത്ത് വളരെ അകലെ നിന്ന് മൈക്കിന്റെ ശബ്ദത്തിൽ കൂടി ശ്രവിക്കുന്ന ഒരു സഹോദരൻ വിദേശത്ത് പോകാനായിട്ട് 2 തവണ വിസയ്ക്ക് കാശ് കൊടുത്ത് കബളിപ്പിക്കപ്പെട്ട അവസ്ഥയില് നിരാശയോടെ ഈ ദൈവം എനിക്ക് പ്രവർത്തിക്കുന്നു ചോദിക്കുന്ന സഹോദര, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇതാ പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങൾ കബളിപ്പിക്കപ്പെട്ട സ്ഥാനത്ത് അതേ വ്യക്തിയെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിസ അടുപ്പിച്ചു തന്ന് നിങ്ങൾ ആ ദേശ ദൈവം അയക്കാൻ പോകുന്നു. ശൈലജ, ഇനി ഭാവി ജീവിതമില്ല എന്ന് വിലപിക്കുന്ന ശൈലജ, ദൈവം നിങ്ങൾക്കായിട്ട് ഇതാ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ഒരുക്കും. എന്റെ ഇടതുവശത്ത് വയറ്റിൽ ക്യാൻസർ മുഴയുമായിട്ട് മരണവേദനയോടെ ഒരു മാതാവ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ കർത്താവിന്റെ അത്ഭുത കർമ്മം വെച്ച് നിങ്ങളുടെ വയറ്റിലെ ക്യാൻസർ മുഴ കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യം നൽകി നിങ്ങളെ വിടുവിക്കുന്നു. എന്റെ വലതുവശത്ത് സഹോദരന്മാരുടെ ഭാഗത്ത് മൂക്കിൽ നിന്ന് രക്തം വരുന്നത് കാരണം വളരെ ഭാരത്തോടെ ഒരു സഹോദരൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതാ തൊട്ട് അത്ഭുത സൗഖ്യം നൽകി നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. അതെ, സങ്കീർത്തനങ്ങൾ 42:5, 43:5 ഈ വചനങ്ങളൊക്കെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പൂർണ്ണ പ്രത്യാശ ദൈവത്തിൽ വയ്ക്കുക. വിഷാദിച്ചുള്ളിൽ ഞരങ്ങേണ്ട കാര്യമില്ല. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 10-ാം വചനത്തിൽ അവിടെ ഹന്നയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. മക്കളില്ലാതെ വളരെ ഭാരത്തിലായിരുന്ന ഹന്ന, വളരെ മനോവേദനയിലായിരുന്ന ഹന്ന, അവൾ അഭയം കണ്ടത് ദൈവാലയത്തിലാണ്. അവൾ ദൈവാലയത്തിൽ കടന്നിയെന്നു. ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയത്തെ അവൾ പകരുകയാണ്. ദൈവം അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് ഒരു ശമൂവേൽ ബാലനെയും പിന്നെ 5 മക്കളെയും കൂടെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയില്ലാന്ന് ഭാരത്തോടെ എത്തിയിരിക്കുന്നവർ, പ്രായം പ്രശ്നമല്ല, എഴുന്നേറ്റുക. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, സഖര്യാവിനെ അനുഗ്രഹിച്ച ദൈവം, ഹന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെയുണ്ട്. അതെ, അബ്രഹാമിന് ദൈവം വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. സഖര്യാവിന് സാധാരണ ഒരു സന്തതിയല്ല കൊടുത്തത്, കർത്താവിന്റെ വഴിയൊരുക്കുന്ന ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠ വൃത്തിനെയാണ് കൊടുത്തത്. കണ്ണടച്ചാട്ട് പിതാവെ അങ്ങയുടെ അത്ഭുത കരം പതിപ്പിച്ച് ഈ മക്കളുടെ ഉദരത്തില് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വച്ച് നിന്റെ മക്കളുടെ കണ്ണീര് തുടച്ചിരിക്കുക. സ്തോത്രം. വരുന്ന വർഷം ഇതേ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങളെ തലമുറയായിട്ട് ഇവിടെ കടന്നു വന്ന് സാക്ഷീകരിക്കാൻ പോകുന്നതിനാട്ട് സ്തോത്രം. തലമുറ നൽകി അനുഗ്രഹിച്ചതിനാട്ട് കാരം തട്ടി ക്രിസ്ത്യേശനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ഇരിക്കാം.
എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ, അതെ, നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. എപ്രകാരമാണ് നമുക്ക് ഈ പ്രത്യാശ ലഭിക്കുന്നത്? തീത്തോസ് 2:12 പ്രകാരം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തിരിക്കുന്നു. ഇത് രക്ഷകനാം ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-5 വചനങ്ങൾ നാം വായിച്ചാല്, ദൈവത്തിന്റെ ശ്രേഷ്ഠ ഭൃത്യനായ എലീശ ദൈവത്തിന്റെ ദാസന്റെ പുതപ്പ് തന്റെ തോളിന്മേൽ വീണതറിഞ്ഞുകൊണ്ട് ഇതാ താൻ പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്ന ഏർക്കാളുകളെ വിട്ട്, അപ്പനെയും വിട്ട്, അമ്മയും വിട്ട്, ഇവൻ അലസൻ വായി നോക്കിയിരുന്നവനല്ല. എലീശ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു. അതായത് ദൈവം തന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിറക്കുന്നത് തീഷ്ണതയോടെ കഠിനാധ്വാനം ചെയ്യുന്നവരെയാണ്. അല്ലാതെ വിളിച്ചതായിട്ടില്ല. കഠിനാധ്വാനികളാണ്. കർത്താവിന്റെ ശിഷ്യങ്ങൾ രാപ്പകൽ കടലിനോട് മല്ലുപിടിക്കുന്നവരായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇവിടെ എലീശ ധനാഢ്യനായിരുന്നുവെങ്കിലും അവൻ 12-ാമത്തെ താളോടുകൂടെ അവൻ തന്നെയായിരുന്നു. എന്റെ ജോലിക്കാരെങ്ങനെ പണിയെടുക്കുന്നുണ്ട്? അതെ, എന്റെ കാര്യം ഞാൻ നോക്കട്ടെ, അവൻ ധ്വാനിക്കാനായിട്ട് ഇറങ്ങി. എന്നാൽ ദൈവം തന്റെ ശ്രേഷ്ഠ ബുദ്ധിനായ ഏലിയാവിന് നിയോഗം കൊടുത്തു. അടുത്ത ഭാവി പ്രവാചകനായിട്ട് എന്റെ ശ്രേഷ്ഠ മകൻ എലീശയുണ്ട്, അവനെ നീ ചെന്ന് കണ്ടെത്തണം. ദൈവത്തിന്റെ നിയോഗപ്രകാരം ഏലിയാവിന് പുറപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് ഇവിടെ എലീശ 12 കാലം കൂട്ടി 12-ാമത്തേനോട് താൻ തന്നെ ആയിരുന്നാണ് വേദപുസ്തകത്തിന്റെ കപ്പിത്തിന് ഒഴിവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏലിയാവിന്റെ പുതപ്പ് എലീശ തന്നെ വീണപ്പോൾ പിന്നെ അവനൊന്നും ആലോചിച്ച് നിന്നില്ല. അപ്പോഴേ അവനെ ചുംബിച്ചു പിരിഞ്ഞു. അതെ, അവൻ കർത്താവിന്റെ വേലക്കായിട്ട് കർത്താവിന്റെ ദാസനായ ഏലിയാവിന്റെ പിന്നാലെ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ജ്ഞാനത്തിലെടുക്കാതെ, ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് എലീശ എന്ന ദൈവഭക്തൻ ഇതാ ദൈവമുഖം നോക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരവസ്ഥ വരെയും ഏലിയാവ് കൂടെ ഉണ്ടായിരുന്നു. ഇതാ ഏലിയാവില്ല, ദൈവത്തിന്റെ ഭക്തൻ ഒറ്റയ്ക്കായി ഇതാ ഏലിയാവിന് ദൈവം സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദാസൻ എലീശയ്ക്ക് വിവരം അറിയാം. എന്നാൽ 30 കൊച്ചു പ്രവാചകൻ 50 പ്രവാചകന്മാർ എലീശയോട് ചോദിക്കുകയാണ്, നിന്റെ യജമാനൻ അതായത് ഏലിയാവിനെ ഇതാ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കാൻ പോകുന്നു. എലീശേ, നിന്റെ കാര്യം എന്താകും? എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളെത്തും മനുഷ്യരിങ്ങനെ ചോദിച്ചെന്നിരിക്കാം. ബൈബിൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നല്ലോ, വീട്ടിലെ പട്ടിണി മാറിയില്ലല്ലോ, ഭർത്താവിന് മാനസാന്തരം വന്നില്ലല്ലോ, ജോലി കിട്ടിയില്ലല്ലോ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും ഒരു സമയമുണ്ട്. ദൈവമക്കളെ അനുഗ്രഹിക്കാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ മുട്ടുകുത്തുന്ന മക്കളെ ദൈവം അനുഗ്രഹിച്ചു വെക്കും. ദൈവത്തിന്റെ കരത്തിലെടുത്ത് ഒരു ദൈവം അനുഗ്രഹിച്ചു വെച്ചാൽ ആർക്കും കയറി പിടിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഏലിയാവിന് ശേഷം അടുത്ത രാജാവ് തിരക്കുകയാണ്. ദൈവത്തിന് അകപ്പാട് ലഭിക്കേണ്ടതിന്, അതായത് ദൈവത്തിന്റെ ആലോചന ലഭിക്കേണ്ടതിന് നമ്മുടെ ദേശത്ത് ആരെങ്കിലും ഉണ്ടോ? ഏലിയാവ് ഇല്ല, സ്വർഗത്തിലേക്ക് പോയി. ഇനി ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ഇതാ ഒരു മറുപടി രാജാവിന് കിട്ടുകയാണ്. വലിയനായ പ്രവാചകനായ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഒരുത്തൻ എലീശ ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, തന്നെത്താൻ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടുന്ന വചനപ്രകാരം ദൈവസഭയിൽ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത എലീശയെ ദൈവം ഉയർത്തുകയാണ്. ഈ കുട്ടി പ്രവാചകന്മാർ വന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എലീശ ദൈവത്തിന്റെ കുറ്റം പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക. അതെ, നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി വിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക. ദൈവം നല്ല സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കും. എലീശ വല്ല വായ അടച്ചോ, നിങ്ങൾ മിണ്ടാതിരിക്കും. എന്നാൽ ദൈവം നല്ല ഭക്തനായ ഏലിയാവിനെ എടുത്ത സമയത്ത് യോർദാന്റെ കരയിൽ നിന്ന് എലീശയുടെ മേലെ ഇരട്ടി അഭിഷേകം വന്നു. ഈ ഭക്തന്മാർ വന്ന് എലീശയുടെ മുമ്പിലെ സാഷ്ടാംഗം വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലീശ ദൈവത്തോട് ചോദിച്ചത് അവൻ പണമല്ല ചോദിച്ചത്,
ഏലിയാവിനെ സ്വർഗത്തിലേക്ക് അയക്കൂ. ഇരട്ടിപ്പ് ശക്തിയോട്, ഇരട്ടിപ്പ് അനുഗ്രഹത്തോട്, ഇരട്ടിപ്പ് കൃപയോട് ദൈവം എലീശയെ നിറച്ചു. നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ജോലി ലഭിക്കുകയില്ല, മനുഷ്യൻ നിന്നെ പറഞ്ഞ് കളിയാക്കുന്നു, നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ശ്രദ്ധിച്ചാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 38-ാം വചനത്തില് ദൈവത്തിന്റെ ഭൃത്യനായ ഏലിയ ഇതാ നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് ഒരുത്തൻ മാത്രം. ബാലിന്റെ പ്രവാചകന്മാർ ഒത്തിരിയുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് ജനമൊന്നും വേണ്ട, നീയും ദൈവവും മാത്രം മതി. ഹല്ലേലൂയ. ഏലിയ പ്രാർത്ഥിച്ചു, ദൈവമേ സ്വർഗത്തിലെ അഗ്നി അയക്കണമേ. സ്വർഗം തുറന്നു, ദൈവം അഗ്നി അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയ പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ വേണ്ട, ദേശത്ത് പെയ്തില്ല. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഏലിയ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും മഴ പെയ്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവസനിയം ഏലിയാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മെ പോലെ സ്വഭാവമുള്ള മനുഷ്യൻ, പക്ഷേ പ്രാർത്ഥന സ്വഭാവമുണ്ട്. പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സ്വഭാവമുണ്ടോ? ദാനിയേൽ പോലെ ജീവിതം വിശുദ്ധിയായി സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ടോ? മോശയെ പോലെ ദൈവ സാന്നിധ്യനായിട്ട് അപേക്ഷിക്കുന്ന സ്വഭാവമുണ്ടോ? എന്നാൽ ദൈവം നിന്നോട് കൂടെയിരിക്കും. അത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാം വചനത്തില് കർത്താവിനോടുകൂടെ ക്രൂശിലായിരുന്ന ഒരു കള്ളൻ അനുദപിച്ചു. അവനോട് കർത്താവ് പറഞ്ഞു, ഇന്നു നീ എന്നോടുകൂടെ പാർദീസയിലിരിക്കും. വീണ്ടും നാം ശ്രദ്ധിച്ച ഇവിടെ കള്ളൻ വേറൊരു ബറബാസ് ഉണ്ടായിരുന്നു. ആ ബറബാസിന് പകരക്കാരനായി കർത്താവ് മാറി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ലോകം നിന്നെ കള്ളനെന്ന് മുദ്രകുത്തിയെന്നിരിക്കും. എന്നാൽ നീ ഇന്ന് കർത്താവിന് ഹൃദയം കൊടുത്താൽ നിന്നെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റി ഒരു അനുഗ്രഹ പാത്രമാക്കി മാറ്റാൻ എന്റെ ദൈവം ഒരുക്കമാണ്. കാരണം കള്ളൻ ബറബാസിന് കർത്താവ് പകരക്കാരനായി. ക്രൂശിലായിരുന്ന കള്ളന് അവൻ അനുദപിച്ചപ്പോഴ് ഇന്ന് നീ എന്നോടുകൂടെ പാർദീസയിലിരിക്കും. അവന് അതെ കർത്താവ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്ത് വന്നെന്ന വചനപ്രകാരം ഇതാ പാപികളെ തേടി വന്ന രക്ഷകനാണിവൻ. മാത്രമല്ല യേശുവിന്റെ രക്തത്താൽ പാപപരിഹാരമുണ്ട്. മത്തായി 1:21 പ്രകാരം അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ഗലാത്യർ 3:11 പ്രകാരം നിന്റെ ശാപത്ത് നിന്ന് അവൻ നിന്നെ രക്ഷിക്കും. പുറപ്പാട് 15:26 പ്രകാരം നിന്റെ രോഗത്ത് നിന്ന് അവൻ നിന്നെ വിടുവിക്കും. എബ്രായർ 2:15 പ്രകാരം നിത്യനാശത്ത് നിന്ന് അവൻ നിന്നെ വിടുവിക്കും. അതെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാം വചനത്തില് കർത്താവ് താൻ ലോകത്തിലായിരുന്നു. ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ അടുക്ക വന്ന് മുട്ടുകുത്തി, കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. കർത്താവ് അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് രോഗത്തോടെ വന്നിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തന്ന് അയക്കാൻ പോകുന്നു. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ കണ്ണീർ വന്ന ആ കണ്ണീരിൽ നിന്നും ദൈവം നിത്യമായിട്ടുള്ള കണ്ണീരിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മെ വിടിവിക്കും. കാലിന് വീഴ്ചയിൽ നിന്ന് വിടിവിക്കും. പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമാണ്. ലൂക്കോസ് 19:10 പ്രകാരം കാണാതെ പോയതിന് തിരഞ്ഞു രക്ഷിപ്പാൻ വന്നു. ലൂക്കോസ് 19:6 സക്കായി അവൻ കർത്താവിനെ കണ്ടെത്തിയ സമയത്ത് ഹൃദയത്തിൽ അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊള്ളുകയാണ്. അതായത് ദൈവ സാന്നിധ്യത്തില് ഇവന് പാപബോധം വന്നു, മാനസാന്തരം വന്നു, ഇവന്റെ ഹൃദയത്തിൽ സന്തോഷം വന്നു. ഇവനും തീരുമാനം എടുക്കുകയാണ്, ഞാൻ ചതിവായി എടുത്തത് 4 മടങ്ങ് ഇതാ മടക്കി കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. ബലഹീനതയോടെ വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ബലഹീനതകളെ കർത്താവ് എടുത്തു മാറ്റി, നിങ്ങളുടെ വ്യാധികളെ എടുത്തു മാറ്റി സൗഖ്യം നൽകി അയക്കാൻ പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അദൃശ്യനായ ദൈവം ദൃശ്യരൂപത്തില് ലോകത്തിൽ ഇറങ്ങി വന്നു. ബദസ്ത കുളത്തിന്റെ കരയില് 38 വർഷമായിട്ട് ഒരുത്തൻ കിടന്നിരുന്നു, പക്ഷവാത രോഗി. അവനെ തേടി ചെന്ന് അവന് സൗഖ്യം നൽകി. അവനോട് കൽപ്പിച്ചു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 38 വർഷമായിട്ട് ചലനമറ്റ് കിടന്നവൻ ദൈവശബ്ദത്തിന് അവൻ എഴുന്നേറ്റു, കിടക്കയെടുത്ത് നടന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തില് എഴുന്നേൽപ്പിന്റെ ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നാം ശ്രദ്ധിച്ച മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം
അതിന്റെ 28-ാം വചനത്തില് അവൻ തന്റെ ജനത്തെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവര്, നിങ്ങൾ എന്റെ അടുക്ക വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഭാരത്തോടെ എത്തിയിരിക്കുന്നു, ഭാരം കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ തന്റെ ആശ്വാസത്തിന്റെ കരം നീട്ടി നിങ്ങളെ ആശ്വസിപ്പിക്കും. ലൂക്കോസ് 13:12 ഒരു ശബ്ബത്തില് അവൻ ദൈവാലയത്തിൽ വചനം ശുശ്രൂഷിക്കുകയായിരുന്നു. ഏറ്റവും കൂനിയായ ഒരു സ്ത്രീ ആ ആലയത്തിനകത്തുണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു, അവളുടെ മേൽ കൈവച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ദൈവത്തിന്റെ ദാസൻ എന്നെ കാണുന്നില്ല, ദൈവത്തിന്റെ ദാസി എന്നെ കാണുന്നില്ല. നിന്നെ കാണുന്ന സ്വർഗത്തിലെ കണ്ണുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്ന ദൈവമുണ്ട്. ഇന്ന് നിനക്ക് മറുപടിയായിട്ട് അവൻ നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നു. കൂനിയായ സ്ത്രീയെ കണ്ട് അടുക്ക വിളിച്ച് അവൾക്ക് സൗഖ്യം നൽകി അയച്ച കർത്താവ് ഭാരത്തോടെ എത്തിയ സഹോദര, നിന്റെ ഭാരം എടുത്തു മാറ്റി നിന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കാൻ പോകുന്നു. കൊലോസ്യർ 3:4 പ്രകാരം അത് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അത് എന്നെ കേൾക്കുന്ന ദൈവജനമേ, പൗലോസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. അതെ, ഞാൻ ശരീരത്തോടെ ആയിരിക്കുന്നു, എങ്കിലും കർത്താവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം 2 കൊരിന്ത്യർ 12:2 പൗലോസ് അപ്പോസ്തലനെ ദൈവം 3-ാം സ്വർഗത്തോളം എടുത്തു. എപ്പോഴാണ്? നമ്മളൊക്കെ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ പൗലോസ് എപ്പോഴാണ് സ്വർഗത്തിൽ പോയത്? പറഞ്ഞാട്ടെ, ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചപ്പോഴോ? ജീവിച്ചിരിക്കുമ്പോൾ പൗലോസ് സ്വർഗത്തോളം എടുക്കപ്പെട്ടു. യാക്കോബ് സ്വർഗം കണ്ടത് എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചപ്പോഴോ? സ്വർഗീയ ദർശനം കണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ. മോശയെ സ്വർഗം തുറന്ന് കർത്താവ് ഇറങ്ങി വന്നത് കണ്ടത് എപ്പോഴാ? ജീവിച്ചിരിക്കുമ്പോ മോശയുടെ മുമ്പില് സ്വർഗം തുറക്കപ്പെട്ടു, സ്വർഗീയ ദർശനം കണ്ടു, കർത്താവിനെ അവൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ജീവനോടിരിക്കെ തന്നെ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഇതാ, ജീവിച്ചിരിക്കെ തന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, അതായത് പർദീസയോളം എടുക്കപ്പെട്ടു എന്ന് വേദപുസ്തകത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ എപ്രകാരം നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും? മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വചനം പ്രകാരം, വചനം കേട്ട് ഇവിടെ ഇരിക്കുന്ന സമയം മാത്രമല്ല, വീട്ടിൽ പോയി തോന്നിവാസം കാണിക്കാൻ പറ്റൂല, ഓഫീസിൽ പോയി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം കാണിക്കാൻ പറ്റുകയില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കാം. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. വീണ്ടും ചേർക്കുന്നു, എനിക്കായി മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയെ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 10:10 അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാനോ അത്രേ ഞാൻ വന്നത്. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, തന്റെ ജനത്തിന് സമൃദ്ധിയായിട്ടുള്ള ജീവൻ നൽകാൻ. എന്നാൽ പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നിന്നെ നശിപ്പിച്ച് മുടിക്കാനല്ലാതെ കള്ളൻ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. ധനവാൻ മരിച്ചു, അവൻ യാതനാ സ്ഥലത്തേക്ക് പോയി. ലാസർ നിത്യജീവൻ പ്രാപിച്ചു, അബ്രഹാമിന്റെ മടിയിലോട്ട് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അതായത് ദൈവ പൈതലിന് മരണത്തിലും പ്രത്യാശയുണ്ട്, മരണത്തിനപ്പുറമായ പ്രത്യാശയുണ്ട്. നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് ദൈവവചന പ്രകാരം ജീവിതം ക്രമപ്പെടുത്തി ദൈവ വഴിയിൽ നടന്ന നിത്യ ജീവൻ പ്രാപിക്കാൻ കഴിയും. അതായത് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അത് പാപ ജീവിതം ഉപേക്ഷിക്കുക. വീണ്ടും നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്, രക്ഷകനാം ക്രിസ്തുയേശുവിൽ നിനക്ക് പ്രത്യാശയുണ്ട്, നിത്യജീവനെ കുറിച്ച് പ്രത്യാശയുണ്ട്, സ്വർഗീയ വാസസ്ഥലത്തെ കുറിച്ചുള്ള പ്രത്യാശ. യോഹന്നാൻ 14:2 എന്റെ പിതാവിന്റെ ഭവനത്തില് അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതിന് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിൽ. അപ്പൊ നമ്മുടെ ഭവനം എവിടെയാണ്? സ്വർഗത്തിൽ. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ. അതെ, നമ്മുടെ പൗരത്വം സ്വർഗത്തില്, നമ്മുടെ ഭവനം സ്വർഗത്തില്, നമ്മുടെ നിക്ഷേപവും സ്വർഗത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 55-56 വചനത്തില് സ്തേഫാനോസിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തേഫാനോസ് കർത്താവിന്റെ
രക്തസാക്ഷിയായ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷി ഈ സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയത്ത് അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയ സമയത്ത്, ഇവന്റെ പ്രതികൂല സമയത്ത്, ഇവന്റെ പ്രതിസന്ധി സമയത്ത് അവൻ കുനിഞ്ഞ് ഭാരപ്പെട്ട് നിലത്ത് നോക്കിക്കൊണ്ടിരുന്നില്ല, സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ. വിശ്വാസി, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും, നീ അത് മറന്നു പോകരുത്. ഇതാ സ്തേഫാനോസിന്റെ മുമ്പില് സ്വർഗം തുറന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ മധ്യേ ദൈവത്തിന്റെ ദാസനായ സ്തേഫാനോസിന് വേണ്ടി ദൈവം സ്വർഗം തുറന്നു. ഹല്ലേലൂയ. യാക്കോബ് വനാന്തരത്തിൽ നിലവിളിയോടെ കിടന്ന സമയത്ത് അവന്റെ മുമ്പിൽ ദൈവം സ്വർഗം തുറന്നു. മരുഭൂമിയിൽ വനാന്തരത്തിൽ ഏകനായി വിലപിച്ചു നിന്ന മോശയുടെ മുമ്പില് സ്വർഗം തുറന്നു. ഇതാ യോർദാൻ നദിയുടെ കരയിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിന്ന എലീശയുടെ മുമ്പിൽ ദൈവം സ്വർഗം തുറന്നു. തന്റെ ശ്രേഷ്ഠ ഭൃത്യൻ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കരയേറ്റിയപ്പോൾ എലീശയെ ഇരട്ടിപ്പ് ശക്തിയാൽ ദൈവം നിറച്ചു. ഇതാ സ്തേഫാനോസ് വിളിച്ചു പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയ ദൈവ പൈതലേ, നീ പ്രതികൂലത്തിലാകുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തേഫാനോസിന് വേണ്ടി സ്വർഗം തുറന്ന കർത്താവ് നീ പ്രതികൂലത്തിന്റെ മധ്യത്തിലായിരിക്കുമോ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു തരും. അതെ, ഇവിടെ ഇതാ യാക്കോബിന് വേണ്ടി സ്വർഗം തുറന്നവൻ, മോശയ്ക്ക് വേണ്ടി സ്വർഗം തുറന്നവൻ, എലീശയ്ക്ക് വേണ്ടി സ്വർഗം തുറന്നവൻ, എലിയാവിന് വേണ്ടി സ്വർഗം തുറന്നവൻ, സ്തേഫാനോസിന് വേണ്ടി ഇതാ സ്വർഗം തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നവൻ സ്വർഗത്തെ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ നിറയ്ക്കാൻ പോകുന്നു. ദൈവസന്നിധി തീരുമാനം എടുത്തോട്ട് ഇനി ഭാവിയില്ലാന്ന് എത്തിയ സഹോദര സഹോദരി, ക്രിസ്തു യേശുവിൽ നീ പൂർണ്ണ ആശയം വെച്ച് നിന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് ശുഭ ഭാവിയുണ്ട്. നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. നിനക്കായി രക്ഷകനാം ക്രിസ്തു യേശു കാൽവരി കുരിശില് ശിക്ഷ ഏറ്റുവാങ്ങി. അവൻ നിന്റെ പാപപരിഹാരൻ, അവൻ നിന്റെ ശാപപരിഹാരൻ, അവൻ നിന്റെ രോഗത്തിന് സൗഖ്യം വരുത്തുന്നു. നിനക്ക് അവനിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. നിനക്കായി പിതാവിന്റെ ഭവനത്തിൽ അവൻ അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയാൽ അവൻ നിന്നെ വഴി നടത്തും. രക്ഷകനാം ക്രിസ്തു യേശുവിലുള്ള പ്രത്യാശ നിനക്കുണ്ട്. നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നിനക്കുണ്ട്. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ അവൻ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു. 3 യോഹന്നാൻ അതിന്റെ 2-ാം വചനപ്രകാരം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമുണ്ട്. പ്രിയനെ, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കണം. കർത്താവ് നിങ്ങള് സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് നിങ്ങളെ ഇത് അനുഗ്രഹിച്ച് പറഞ്ഞേക്കാൻ പോകുന്നു. എഴുന്നേൽക്കാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. ആണിക്കല്ലും കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. ആണിക്കല്ലും കയറ്റാം, ദൈവസഭ പണിയാം. പെന്തെക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ
കാറ്റി പകർന്നറിയപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് മറുപടി വരുന്ന സമയമാണ്. നിങ്ങളുടെ രോഗം നീങ്ങിപ്പോകുന്ന സമയമാണ്. നിങ്ങളുടെ ഭാരം എടുത്തു മാറ്റുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമന്ത്രിയാം ക്രിസ്തുയേശു അത്ഭുതം ചെയ്യുന്ന സമയമാണ്. ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. 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 Rikalbar, ilabara, bara, 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 asija, rikalbar, asikalbar, ilabara, bara, bara, asija, rikalbar, asikalbar, ilabara, bara, bara, asikalbar, rikalbar, rikalbar, asalabar, ilabara, bara, bara, asija, rikalbar, rikalbar, ilabara, bara, bara, asija, rikalbar. രണ്ട് കിഡ്നിയും തകർന്ന് ഒരു സഹോദരൻ എത്തിയിട്ടുണ്ട്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാര് നോഹോ ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സഹോദര, കർത്താവിന്റെ അത്ഭുതകരം വെച്ച് ഇതാ പുതിയ കിഡ്നി വെച്ച് നിങ്ങളുടെ രോഗത്തുനിന്ന് പരിപൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. സഹോദരന്മാരുടെ ഭാഗത്ത് മൂത്രതടസ്സം മരണവേദനയോടെ ഒരു സഹോദരൻ പിടഞ്ഞ് നിലവിളിക്കുന്നു. എന്ത് ചികിത്സ ചെയ്തിട്ടും മൂത്രം പോകാത്ത അവസ്ഥയിൽ നിലവിളോടെ നിൽക്കുന്ന സഹോദര, കർത്താവ് നിങ്ങളെ തൊട്ട് പരിപൂർണ്ണ സൗഖ്യം നൽകി മൂത്രനാളിയിലെ മാംസം മാറ്റി കർത്താവ് ഓപ്പറേഷനിലെ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. മൂക്കില് മാംസം വളർന്നത് കാരണം ശരിയായിട്ട് ശ്വസിക്കാൻ പറ്റാതെ ഒരു തവണ ഓപ്പറേഷൻ കഴിഞ്ഞു. വീണ്ടും അതേ സ്ഥാനത്ത് മാംസം വന്നത് കാരണം നിലവിളിയൊരു ചെറുപ്പക്കാരൻ എത്തിയിരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം പതിപ്പിച്ച് ഇതാ മൂക്കിലെ മാംസം കർത്താവ് മാറ്റിയിരിക്കുന്നു. ശരിയായിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയും. നാല് വട്ടം തുടർച്ചയായി അബോഷനായ അമ്പിളി, ഇനി തലമുറ ലഭിക്കുമോ ഇല്ലയോ നിലവിളിക്കുന്ന അമ്പിളി, അടുത്ത വർഷം ഇതേ സമയം നിങ്ങൾക്ക് കർത്താവ് ആൺ തലമുറ തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണീരിതാ കർത്താവ് തുടയ്ക്കുന്നു. വീട്ടില് പക്ഷവാത രോഗിയായ പിതാവിനെ കിടത്തിയിട്ട് വളരെ അകലെ നിന്നൊരു സഹോദരി എത്തി പിതാവിന്റെ രോഗ സൗഖ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ദൂരദേശത്തായിരിക്കുന്ന പിതാവ് ഇപ്പൊ തന്നെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കാരണം തട്ടി ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്തിയാട്ട്. ഒരു മാതാവ് തന്റെ മകനെ ഭ്രാന്താശുപത്രിയിൽ ഇട്ടിട്ട് നിലവിളിയോടെ എത്തിയിരിക്കുന്നു. ഇതാ ആശുപത്രിയിലായിരിക്കുന്ന മകന് കർത്താവ് സുബോധം കൊടുത്ത് വിടുവിച്ചിരിക്കുന്നു. കാരണം തട്ടി ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്തിയാട്ട്. എന്റെ വലതുവശത്ത് ഒരു പിതാവ് കണ്ണിന് തിമിരം ബാധിച്ച് കാഴ്ച ഏകദേശം നഷ്ടപ്പെട്ടു. വളരെ ഭാരത്തോടെ നിലവിളിക്കുന്നു. കർത്താവ് രണ്ട് കണ്ണിലെയും തിമിരം മാറ്റി പരിപൂർണ കാഴ്ച ശക്തി നൽകി വിടുവിച്ചിരിക്കുന്നു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരമുയർത്തിയാട്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വന്നിട്ടില്ല, അവർക്ക് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും കരമുയർത്തിയാട്ട്. പിതാവേ, ഈ മക്കൾക്ക് ആഗ്രഹിക്കുന്ന തരത്തില് തങ്ങളുടെ ക്വാളിഫിക്കേഷൻ
ഒത്തവണ്ണം ജോലി കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. പരീക്ഷ എഴുതിയിട്ട് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പരീക്ഷ എഴുതാനായിട്ട് ഒരുങ്ങുന്നവർ കരം ഉയർത്തിയാട്ട്. പിതാവ് ഉന്നതമായിട്ടുള്ള വിജയവും ഉന്നതമായിട്ടുള്ള ഭാവിയും ഒരുക്കി നൽകി ഈ മക്കളുടെ കണ്ണീർ തുടച്ചയക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരം ഉയർത്തിയാട്ട്. പിതാവേ, ഇവർ ആർക്കൊക്കെ വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി കരമുയർത്തിയിരിക്കുന്നു. മുടിയനായ പുത്രന് മാനസാന്തരം നൽകി മടക്കി വരുത്തിയ സ്വർഗ്ഗ പിതാവ്, അവർ ഇവിടെ പ്രിയപ്പെട്ടവർക്ക് മാനസാന്തരം നൽകി ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി അങ്ങ് മാറ്റാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. കടബാധ്യത ഭാരത്തോടെ എത്തിയവർ കരമുയർത്തിയാട്ട്. പിതാവ്, ഈ പ്രിയമക്കളുടെ കടം അഴിച്ചു കൊടുത്ത് ഇവരെ ഇന്നത്തെ അനുഗ്രഹിച്ച് അങ്ങ് പറഞ്ഞയക്കുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിയാട്ട്. പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഇവർ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഒരുക്കി നൽകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. ആത്മീയമായിട്ട് മുന്നേറാൻ പറ്റുന്നില്ല എന്ന് ഭാരത്തോടെ എത്തിയവർ കരമുയർത്തിയാട്ട്. പിതാവേ, ഈ മക്കളെ സ്വർഗീയ അഭിഷേകം നൽകിക്കൊണ്ട് അത് അങ്ങയുടെ അത്യന്ത ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ചുകൊണ്ട് ആഗ്നിയാൽ അഭിഷേകിച്ചുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കാനുള്ള കൃപ അങ്ങ് നൽകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കാരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. അഭിഷേകത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. പിതാവേ, കടന്നു വന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഓരോ പ്രിയമക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തില് ഭവനമില്ലാത്ത മക്കൾക്ക് അങ്ങ് ഭവനം ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, കോടതിയിൽ നിന്ന് ജപ്തി നോട്ടീസുമായി നിലവിളിക്കുന്ന മക്കൾക്ക് അങ്ങ് കർത്താവ് ജപ്തിയിൽ നിന്ന് വിടുവിച്ച് നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഏതൊക്കെ വിഷയത്തിന്മേല് ഈ പ്രിയമക്കൾ ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു, അത്ഭുത മന്ത്രിയാൻ ദൈവമേ അത്ഭുത മറുപടി നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിന്റെ മക്കളെ സാക്ഷിയായിട്ട് എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കടന്നു വന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഓരോ പ്രിയമക്കളെ കർത്താവെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട കരം പതിപ്പിച്ച് അങ്ങ് അനുഗ്രഹിച്ച് പറഞ്ഞേക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രിയമക്കളുടെ കണ്ണീർ തുടച്ച് ഈ പ്രിയമക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നൽകി ദൈവസന്നിധിയെ ദൈവ വഴികളെ നടത്തി കർത്താവെ നിത്യതയോളം നിന്റെ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് അങ്ങ് വഴി നടത്തി അനുഗ്രഹിച്ച് കർത്താവെ ഈ മക്കളെ പറഞ്ഞേക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമ രക്ഷകനാം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.